പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് സ്നേഹമായ കാരുണ്യമായി നമ്മുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് സ്നേഹനാഥനായ ഈശോയെ, ഈ 3 മണി സമയം നിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നീ ഞങ്ങളോട് കാണിച്ചു നിൻ്റെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച പീഡകളെ ധ്യാനിച്ചുകൊണ്ട് ഈ നിമിഷം അങ്ങയുടെ മുമ്പിലായിരിക്കുന്നു. ഞങ്ങളോട് കാണിച്ച കാരുണ്യം അളവറ്റതാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, നിൻ്റെ ആ വലിയ കാരുണ്യം സങ്കീർത്തകൻ പറയുന്നത് പോലെ 145 സങ്കീർത്തനം, കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവ്വസൃഷ്ടിയുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. ഈശോയെ, വചനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മണിക്കൂറിൽ അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത എല്ലാ കൃപകളും വരങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ അനന്തമായ കരുണയെ ധ്യാനിച്ചുകൊണ്ട് സമയം ചെലവഴിക്കുകയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ, ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട്. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നതിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും പിന്തിരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 2 പാപങ്ങളെയാണ് നമ്മളിന്ന് ചിന്താവിഷയമാക്കുക. ഏറ്റവും ആദ്യത്തെ ഒരു പാപം എന്ന് പറയുന്നത് അഹങ്കാരമാണ്. അഹങ്കാരം എന്ന് പറയുന്നത് സ്വയം അതിഗംഭീരമായി കരുതുന്നതും ദൈവത്തെ ആശ്രയിക്കാൻ കഴിയാത്ത അവസ്ഥയും മറ്റുള്ളവരെ തരം താഴ്ത്തി കാണുന്ന ഒരവസ്ഥയൊക്കെയാണ്. ഈ അഹങ്കാരം തലയ്ക്ക് പിടിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്നത്, അതായത് നമ്മൾ ദൈവത്തിന് ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മളിൽ തന്നെയാണ് ആശ്രയിക്കുക. വചനം പഠിപ്പിക്കുന്നത് ദൈവത്തിൽ പൂർണ്ണമായി ശരണം വയ്ക്കുക. മനുഷ്യന് രക്ഷ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെക്കണമെന്നുള്ളത് ഓരോ വചനത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ കാണുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നതും നമ്മളധികം പ്രാധാന്യം കൊടുക്കാതെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മനോഭാവത്തെ ഇല്ലാതാക്കുമ്പോൾ മാത്രമാണ് പൂർണ്ണമായി പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തുള്ളൂ. പലപ്പോഴും നമ്മുടെ കഴിവിലേക്ക് തന്നെ നമ്മൾ നോക്കും. ഞാനാണ് എല്ലാറ്റിലും വലുത്, ഞാനാണ് എല്ലാവരേക്കാൾ കേമൻ എന്നുള്ള വലിയ ചിന്തകളൊക്കെ നമ്മുടെ തലയിലേക്ക് വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരെ കാണാനും മനസ്സിലാക്കാനും അംഗീകരിക്കാനും പോലും നമുക്ക് സാധിക്കത്തില്ല. ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന ഒരു പാപമെന്ന് ബൈബിളിൽ പറയുന്നത് ഈ ഒരു അഹങ്കാരത്തെയാണ്. ഈ അഹങ്കാരത്തിൻ്റെ പ്രത്യേകത, ഫരിസേനും ചുങ്കക്കാരനും ഒക്കെ പ്രാർത്ഥിക്കാൻ പോയത് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഫരിസേയൻ അത്രമാത്രം അഹങ്കാരത്തോടെ പറഞ്ഞ കാര്യം, ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പാപിയായ ചുങ്കക്കാരനെ പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനോഭാവം. അതുകൊണ്ട് ഈശോ പറയുകയാണ്, അതിൽ നീതീകരിക്കപ്പെടാതെ പോയത് ഈ ഒരു ഫരിസേനാണ്. അത് അഹങ്കാരം നമ്മൾ കർത്താവിന് മുമ്പിൽ പോലും എളിമപ്പെടാൻ പറ്റാതെ, ദൈവത്തിൽ ആശ്രയിക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത രീതിയിൽ അഹങ്കാരം കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ദൈവത്തിന് മുമ്പിൽ നീതീകരിക്കപ്പെടുന്നില്ലെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന മറ്റൊരു
പാപത്തിൻ്റെ അവസ്ഥയാണ് അലസത. ഈ അലസത മൂലം നമ്മൾ വിചാരിക്കും ഓക്കെ പിന്നെ കുഴപ്പമില്ല, എല്ലാം എനിക്ക് ചെയ്യാൻ കഴിവുണ്ട്, അതുകൊണ്ട് പിന്നത്തേക്കാണെങ്കിലും ചെയ്യാൻ പറ്റും എന്നൊക്കെ പല കാര്യങ്ങളും മാറ്റിവെക്കും. ഈ അലസത മൂലം സംഭവിക്കുന്നൊരു കാര്യമാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊന്നും കൃത്യസമയത്ത് ചെയ്യാൻ സാധിക്കാതെ പോകുന്നത്. അതായത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പോലും നമുക്ക് നഷ്ടമാകുന്നത് നമ്മൾ ഈ പാപത്തിൽ വീണു പോകുമ്പോഴാണ്. ഈ രണ്ട് കാര്യം, അതായത് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഓരോ നിമിഷവും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. തെസ്സലോനിക്കക്കാരുടെ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ ഒരു വലിയ അലസതയുടെ മാതൃകയല്ല, മറിച്ച് നല്ല സേവനത്തിൻ്റെ ഒരു മാതൃക മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുന്നുണ്ട് സഭയിലെ വ്യക്തികൾക്ക്. അവരോട് പറയുന്ന കാര്യം ഇതാണ്: നിങ്ങൾ അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. അതായത് നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത് അധ്വാനിച്ച് ഭക്ഷണം, അലസരായിട്ട് ജീവിക്കുന്നതല്ല, പക്ഷേ അതിനേക്കാൾ ഉപരിയായി അധ്വാനിച്ച് നന്നായിട്ട് അതിൽ നിന്ന് അലസതയിൽ നിന്ന് വിമുക്തി നേടി ജീവിക്കണമെന്നുള്ള കാര്യം പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കായിലെ സഭയിലുള്ള ആളുകളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവിടെ ഒന്ന് ജീവിതത്തിന് നാശം സംഭവിക്കാം, വലിയ അപകടത്തിലേക്ക്, ജീവിത നാശത്തിലേക്ക് നമ്മളെ തള്ളിയിടുന്നു. അതുപോലെ തന്നെ അലസതയിലൂടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പോലും നമുക്ക് നഷ്ടപ്പെടുന്നു. പഠിക്കാനൊക്കെ ആയിട്ടുള്ള പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിക്കാതെ അലസരായി നിൽക്കുന്നവർ ജീവിതത്തിൽ എങ്ങും എത്തിച്ചേരുന്നില്ല, നമുക്കറിയാം. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യം പോലും നഷ്ടമാകും. അതായത് നമ്മുടെയൊക്കെ ഏറ്റവും പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യം നേടുക എന്നുള്ളതാണ്. സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി നമ്മൾ ഓരോരുത്തരും മാറണം. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നതും പ്രയത്നിക്കുന്നതുമൊക്കെ. അവിടെ അലസതയും അഹങ്കാരവും നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വർഗരാജ്യം പോലും നമുക്ക് നഷ്ടമാകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുമാത്രമല്ല, ഈ രണ്ട് പാപങ്ങളും നമ്മളെ ഏറ്റവും അധികം നമ്മളിലേക്ക് തന്നെയാണ് ചിന്തിപ്പിക്കാൻ നോക്കുന്നതും അതുപോലെ തന്നെ നമ്മളിലേക്ക് തന്നെ ആശ്രയിക്കുവാനായിട്ട് പഠിപ്പിക്കുകയാണ്. അഹങ്കാരത്തിനൊരു പ്രത്യേകത, അഹങ്കാരം പറയും എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റും, ഞാൻ എല്ലാവരേക്കാൾ കേമനാണ്. അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ വന്നു കഴിയുമ്പോൾ ദൈവം ഇല്ലെങ്കിലും എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആധുനിക ലോകത്തിൽ ഒത്തിരിയേറെ ആളുകളുടെ മനസ്സിലേക്ക് കടന്നുകൂടിയിരിക്കുന്ന ഒരു വലിയ ഒരു ചിന്താഗതിയാണ്. അതായത് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ വചനം പഠിപ്പിക്കുന്നത് ഈ അഹങ്കാര ചിന്താഗതി വെടിഞ്ഞ് എളിമയോടെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ ഒന്നുമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയയാണ് എന്നെ നയിക്കുന്നത്. പ്രകാരം ഒരു വലിയ ബോധ്യത്തിലേക്ക് വളരാനായിട്ട് നമുക്ക് സാധിക്കണം. അലസതയിലൂടെയൊക്കെ ആണെങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും മാറ്റി ഒരു ജീവിതത്തിൽ ഒന്നും നടക്കാതെ വരുമ്പോൾ ജീവിതത്തിൽ വലിയ നിരാശയിലേക്ക് പോകും. ജീവിതത്തിൻ്റെ ലക്ഷ്യം പോലും ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പലതും നിർവഹിക്കാൻ പറ്റാതെ പോകുന്ന നിരവധി നിമിഷങ്ങൾ ഉണ്ടാകാറുണ്ട്. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് അനുയോജ്യനായ ഒരു വ്യക്തിയായിരുന്നു. ഇസ്രായേൽ ജനത മുഴുവനും ഒരു യുദ്ധത്തിലായിരുന്ന സമയത്ത് രാജാവ് മട്ടുപ്പാവിൽ നന്നായിട്ട് സുഖിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. ഉറക്കമൊക്കെ കഴിഞ്ഞ് അലസനായിട്ട് നിൽക്കുന്ന സമയത്താണ് അവരിൽ പാപത്തിൻ്റെ വലിയ മോഹങ്ങൾ വന്നത്. പിന്നെ അവൻ്റെ ജീവിതം സംഭവിക്കുന്നത് അവൻ്റെ ജീവിതം മുഴുവനും ഒരു വലിയ പാപത്തിലേക്ക് വീണ് ദൈവത്തിൽ നിന്ന് പോലും അവൻ അകന്നു പോകുന്നൊരവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വലിയ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഈ രണ്ട് തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ ഞാൻ പൂർണ്ണമായി നിന്നിൽ ആശ്രയിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നവീകരിക്കാനും ക്രമീകരിക്കാനും ഒക്കെയുള്ള പരിശ്രമത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവിൻ്റെ മുമ്പിലായിരുന്നത് കൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള സകലരെയും നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. നിരവധി ആളുകൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുവാനായ പ്രാർത്ഥനകൾ ചോദിച്ചവരുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന്. അവരെല്ലാം സമർപ്പിക്കാം. പ്രത്യേകിച്ച്
അഹങ്കാരത്തിൻ്റെയും അലസതയുടെയും തിന്മയുടെ ആ ഒരു വലിയ കെട്ടുകളിൽ കഴിയുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഒത്തിരിയേറെ ആളുകൾ ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരിയേറെ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവർ, സാമ്പത്തികമായ ക്ലേശങ്ങളിലും ഞെരുക്കങ്ങളിലും വരുമാന മാർഗം മുഴുവനും അടഞ്ഞു പോയ ഒത്തിരിയേറെ മക്കളുണ്ട്. കടബാധ്യതകൾ മൂലം ഒത്തിരിയേറെ ആളുകൾ വേദനിക്കുന്നുണ്ട്. എല്ലാവരും ദൈവസന്നിധിയിൽ ചേർത്ത് വയ്ക്കും. ഈശോയെ, എല്ലാറ്റും ഉപരിയായി നിന്നിൽ ആശ്രയിക്കുവാനും അലസരായി മാറാതെ തീക്ഷ്ണതയുള്ളവരായി കർത്താവേ നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കരുണ സമൃദ്ധമായി ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ഈ ലോകം മുഴുവൻ്റെ മേലും ചൊരിയണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഈശോയെ, ഞാനങ്ങി ശരണപ്പെടുന്നു. ഈശോയെ, ഞാനങ്ങി ശരണപ്പെടുന്നു. ഈശോയെ, ഞാനങ്ങി ശരണപ്പെടുന്നു. ഈശോയെ, ഞാനങ്ങി ശരണപ്പെടുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.